അതിനിടയിൽ ശബരിമലയിൽ നടൻ ദിലീപ് പോയി അദ്ദേഹത്തിന് കൊടുത്ത VIP സുരക്ഷ കോടതി ഇടപെടുകയും കോടതി കർശനമായി ചില പരാമർശം നടത്തുകയും ചെയ്തിരുന്നു. കേസിലൊക്കെ പോവാണ്. അപ്പോൾ അതിൻ്റെ വിജിലൻസ് റിപ്പോർട്ട് നമുക്ക് കിട്ടി. അതിൽ പറയുന്നത് ഗുരുതരമായ വീഴ്ചയാണെന്നാണ് പറയുന്നത്. ദേവസ്വം ഓഫീസ് കോംപ്ലക്സിൽ മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും താമസിക്കുന്ന സ്ഥലത്താണ് നടി ആക്രമിച്ച കേസിലെ പ്രതിക്ക് മുറി നൽകിയത്, ദിലീപിന് മുറി നൽകിയത്. അന്വേഷണ റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് കൈമാറുകയും ചെയ്തു. അതിൻ്റെ വിവരങ്ങളുമായി MG പ്രതീഷ് ചേരുന്നുണ്ട്. പ്രതീഷ്, അപ്പോൾ ഒരു കേസിലെ പ്രതി, ഇപ്പോൾ ശരിയാണ് ജനപ്രിയ നടൻ ഒക്കെ ആയിരുന്നു, പക്ഷെ ഒരു കേസിലെ പ്രതിക്ക് മന്ത്രി അടക്കമുള്ളവർ താമസിക്കുന്ന സ്ഥലത്ത് മുറി നൽകി എന്നുള്ളതാണ് വിജിലൻസ് പറയുന്നത് പ്രതീഷ്. ഹാഷ്മി, തീർച്ചയായും നടൻ ദിലീപിന്റെ ശബരിമല സന്നിധാനം സന്ദർശനവുമായി ബന്ധപ്പെട്ട അടിമുടി വീഴ്ചയാണ് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഹൈക്കോടതി വരെ ഇടപെട്ട അതിരൂക്ഷമായ വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവസ്വം ബോർഡിനെതിരെ നടത്തിയിരുന്നു. അത് ഹരിവരാസന സമയത്ത് ക്ഷേത്ര തന്ത്രി വരുന്ന ഗേറ്റ് വഴി ദിലീപിനെ കയറ്റുകയും ഈ തീർത്ഥാടകർക്ക് കാണാൻ ബുദ്ധിമുട്ടുള്ള തരത്തിൽ ഈ ദർശനം നൽകിയെന്നതായിരുന്നു ആ വിവാദം. പക്ഷേ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ മറ്റൊരു വിവരം കൂടി ഇപ്പോൾ 24-ലൂടെ പുറത്ത് വിടുകയാണ്. അതാ ഈ നടൻ ദിലീപ് സന്നിധാനത്തെത്തിയപ്പോൾ ദിലീപിന് താമസ സൗകര്യം ഒരുക്കിയത് ദേവസ്വം കോംപ്ലക്സിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും താമസിക്കുന്ന അതേ കോംപ്ലക്സിൽ നടൻ ദിലീപിന് താമസ സൗകര്യം ഒരുക്കി. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വരെ താമസിക്കുന്ന ഇടത്താണ് ദിലീപിന് താമസ സൗകര്യം ഒരുക്കിയത്. വാടക പോലും ഈടാക്കാതെ അത്തരത്തിൽ ഒരു VIP പരിരക്ഷ നടന് അവിടെ നൽകി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ഈ VIP-കൾ ശബരിമലയിൽ സന്ദർശനം നടത്തിയാൽ ശബരി ഗസ്റ്റ് ഹൌസിലായിരിക്കും താമസ സൗകര്യം ഒരുക്കുന്നത്. ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് പല VIP-കളും അവിടെ എത്തിയിരുന്നു. ഗിന്നസ് പക്രു അടക്കം അവിടെ എത്തുകയും താമസിച്ചത് ശബരിമല ഗസ്റ്റ് ഹൌസിൽ പണം നൽകിയായിരുന്നു. ഈ ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിലാണ് നടൻ ദിലീപിന് അമിതമായൊരു പരിരക്ഷ ശബരിമലയിൽ നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 4 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് ദേവസ്വം ബോർഡ് ഇതിനോടകം നൽകിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ അക്കോമഡേഷന്റെ ചുമതല എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ്. ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയാതെ എങ്ങനെ ഈ ദേവസ്വം ഓഫീസ് കോംപ്ലക്സിൽ നടൻ ദിലീപിന് മുറി നൽകി എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. നിലവിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഒപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, 2 ഗാർഡുമാർ, ഇവർക്കെതിരെയാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളും കൃത്യമായി ഹൈക്കോടതി നിരീക്ഷിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് അമിതമായൊരു പരിഗണന കൂടി വീണ്ടും ദിലീപിന് നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ട്, ഈ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ഇതിനോടകം തന്നെ ദേവസ്വം ബോർഡിന് കൈമാറിയിട്ടുണ്ട്. ഇതിൽ ദേവസ്വം ബോർഡ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നതാണ് ഇതിനോടകം തന്നെ അറിയാൻ കഴിയുന്ന കാര്യം. അങ്ങനെയെങ്കിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള കടുത്ത നടപടികൾ. എനിക്ക് മാല ഇട്ട് കഴിഞ്ഞ എല്ലാവരും സ്വാമിമാരാണല്ലോ. അപ്പൊ അവിടെ ഒരു VIP സ്വാമി എന്ന സ്വാമിയില്ല. പരിഗണനയാണ് കിട്ടുന്നത്. അതിന്റെ പശ്ചാത്തലം എന്താണെന്നുള്ളത് അതിനിടയ്ക്ക് അടുത്ത വാർത്തയിലേക്ക് വിജയകുമാർ പോകാൻ എടുത്തിരിക്കുകയാണ്. അപ്പൊ മോനിഷ പറയുന്നത് SK ഞങ്ങൾക്കൊന്നും ഇല്ലേ? ഞാൻ പറഞ്ഞല്ലോ, പ്രേക്ഷകർക്കല്ലേ നമ്മുടെ മധുരം നമ്മൾ വാക്കുകളിലൂടെ വിളമ്പിക്കഴിഞ്ഞു. ഇന്നലെ സ്വപ്നത്തിൽ ആഷ്മി SK ആയിരുന്നു സ്വപ്നത്തിൽ മോനിഷ അപകടം. ഓക്കെ വിജയകുമാർ. ഞാൻ വിജയകുമാർ പക്ഷേ സ്വപ്നത്തിൽ കണ്ട ഒരാൾ നേരത്തെ എഴുതി. അത് വേണ്ട.